ഗിരിയേട്ടൻ ഇവിടെ നിൽക്കായിരുന്നോ? ഇത് കണ്ടോ, അമ്മാവൻ തന്ന സമ്മാനം ഇത്. കുഞ്ഞി നോക്കട്ടെ, നല്ല രസമുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഡിസൈൻ കൊള്ളാല്ലേ? നോക്കട്ടെ, നോക്കി. കൊള്ളാല്ലേ? കൊള്ളാം. ഗിരിയേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നേ. എന്താ? ഗിരിയേട്ടന് ഇഷ്ടം കടലപ്പായസാണോ അതോ പരിപ്പ് പായസാണോ? ഏതെങ്കിലും മതി. അപ്പച്ചിക്ക് അറിയില്ലേ, ഏതെങ്കിലും മതി. അത് പോരാ. ഗിരിയേട്ടൻ ഈ വീടിന്റെ മരുമകനാണ്. മരുമകന്റെ ഇഷ്ടങ്ങൾ എങ്ങനെയാണോ അതറിഞ്ഞു വേണം ഞങ്ങൾക്ക് സൽക്കാരം ഒരുക്കാൻ. പറയ്, ഏത് പായസാ വേണ്ടത്? അതിപ്പോ ഏട്ടാ പറയേട്ടാ, 2 പായസം വേണമെന്ന് പറ. 2 പായസം കിട്ടും. എടി, നിന്റെ ഇഷ്ടമല്ല ചോദിച്ചത്, ഏട്ടന്റെ ഇഷ്ടം. നീ ഒന്നും മിണ്ടായിരുന്നേ. പറയ് ഗിരിയേട്ടാ, ഏത് പായസാ ഇഷ്ടം? അപ്പച്ചിക്ക് അറിയാവുന്ന അടപ്രഥമൻ അതുപോലെ. അമ്മേ കേട്ടല്ലോ? ഗിരിയേട്ടനെ അടപ്രഥമൻ മതി. അമ്മ പോയി അടപ്രഥമൻ ഉണ്ടാക്കാൻ. മോനെ, നിനക്ക് വേറെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണോ? അയ്യോ, എന്റെ അപ്പച്ചി ഒന്നും വേണ്ട. ഓ, കൊടുക്കുന്ന എച്ചിലും തിന്ന് ചെറിയും തുടച്ചു പോയിരുന്ന പട്ടിയോടാ അവള് ഇഷ്ടങ്ങൾ തിരക്കണത്. ഇവന്റെ സ്വത്തുക്കൾ മുഴുവൻ കൈവശം വന്നോട്ടെ, ചങ്ങലക്കിട്ട് പൂട്ടുന്നുണ്ട് ഇവനെ. ഗിരിയേട്ടൻ എന്ത് സ്പെഷ്യൽ വേണം നമ്മ ചോദിക്കേണ്ട. ഗിരിയേട്ടന് കൊടുക്കണം ആഗ്രഹിക്കുന്ന എല്ലാം അമ്മ ഉണ്ടാക്കിക്കോ. ഗിരിയേട്ടനെ കഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഇദ്ദേഹത്തിന് എന്തെങ്കിലും വേണോ? ഏയ്, എനിക്കൊന്നും വേണ്ട. ആദ്യം നീയെ മരുമകന് വേണ്ട സദ്യവട്ടങ്ങളൊക്കെ ഒരുക്ക്. ഒരു ഭാര്യ എങ്ങനെ ഭർത്താവിനോട് പെരുമാറണമെന്ന് പാറുവിനെ കണ്ട് പഠിക്കണം.